സുഗതമെമ്പർക്ക് മാത്രം ചിരി വരാത്ത? എങ്ങനെ പ്രസിഡന്റ് ചിരിക്കുക? 4 പ്രാവശ്യം അടുപ്പിച്ച് ജയിച്ച വാർഡാണ് എന്റെ. ഈ പ്രാവശ്യം എനിക്ക് അവിടെ മത്സരിക്കാൻ പറ്റുമോ? അത് സംവരണ വാർഡായില്ലേ? അല്ല, അതിപ്പോ വനിതകളുടെ വാർഡാണെങ്കിൽ മൂപ്പരെ ഭാര്യനെ നിർത്തനി അത് പറ്റില്ല. ഇനിയിപ്പൊ എന്റെ വാർഡിനെ വേണമെന്നില്ല. ഈ പഞ്ചായത്തിലെ ഏത് വാർഡിൽ നിന്നാലും ജനങ്ങൾ എനിക്കേ കുത്തും. അത് കഴിഞ്ഞ ആഴ്ചയും കൊണ്ട് എന്ത് കുത്തേ? അല്ല, അതിപ്പോ ചില ജനങ്ങൾ എങ്ങനെയാണ് സ്നേഹപ്രകടനം നടത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അതിപ്പോ സുഗതം മെമ്പർ പറഞ്ഞാൽ കാര്യമായിട്ട് മെമ്പറേ, അതായത് ഇപ്പൊ നമ്മളെ പഞ്ചായത്തിലല്ല വേറെ ഏത് പഞ്ചായത്തിലായാലും മെമ്പർമാർ മനസ്സുകൊണ്ട് തെറി പറയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. പ്രസിഡന്റ് അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷം ഞാൻ എന്റെ വാർഡിൽ ഭരിച്ചിട്ട് ഇന്നേ വരെ ഒരാളും ഒരു അനാശാസ്യവും എന്നോട് പറഞ്ഞിട്ടില്ല. കാഞ്ചന മെമ്പറെ, അനാശാസ്യല്ല, അനാവശ്യം. എന്തായാലും അതെന്നോട് പറഞ്ഞിട്ടില്ല. ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും 2ാം വാർഡിലെ എല്ലാ ജനങ്ങളും എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്തിന്റെ മുമ്പിൽ സത്യാഗ്രഹിക്കുന്നില്ലേ ഉണ്ണി? മെമ്പറുടെ വാർഡിലല്ലേ? ഈശോ, ആ ചെറുക്കനൊരു തലവേദനയല്ലേ പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ മെമ്പർ, എന്തിന്റെ സൂക്കടാണോ ഓന്? ഈ 5 കൊല്ലൊക്കെ സത്യാഗ്രഹം ചെയ്യാന്ന് പറഞ്ഞാൽ ഓന് വേറെ ഒരു പണിയില്ലേറ്റില്ല. ആരെങ്കിലും കിടക്കും 5 കൊല്ലം? അയ്യോ പ്രസിഡന്റ്, അങ്ങനെ പറയല്ലേ. അവനും കുട്ടികൾക്കും കയറി കിടക്കാൻ ഒരു കിടപ്പാടുമില്ലാഞ്ഞിട്ടല്ലേ പ്രസിഡന്റ് ആ കാട്ടാത്ത് കടവിൽ കിടക്കണ 2 സെന്റ് അവന് പതിച്ചു കൊടുത്തൂടെ? അല്ല, അങ്ങനെ നമുക്ക് കൂട്ടായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളാം. അല്ല, ഇനിയിപ്പോ അതിന്റെ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ കാര്യാക്കണ്ട. ഈ ഒരു സമയത്ത് അത് ചെയ്യുന്നതല്ല. കിട്ടായിയൊന്നുമില്ലെന്നേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ അത് ചെയ്തോളുണ്ട്. എന്നാ പിന്നെ നമുക്ക് ചെയ്താളാം. നമുക്ക് അതിന് ഐശ്വര്യമായിട്ട് ഇപ്പൊ വരുന്നത് കേരളപ്പിറവി ദിനാണല്ലോ. കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ ആ തീരുമാനം എടുത്തത്. അപ്പൊ ഒരു തലവേനായിട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. അല്ല, വേറൊരു തലവേനയാണല്ലോ വരുന്നത്. എന്തൊക്കെയാണ് വിശേഷം പ്രസിഡന്റ്? എന്റെ ഭർത്താവിന്റെ 5ാമത്തെ ആണ്ടാണ് ഈ മാസം. ആണോ? അല്ല, അപ്പൊ ഈ മാസം നമുക്ക് എന്താ ഒഴിവുണ്ടാവും? എല്ലാവർക്കും പരിപാടിയാണ്. അത് ഇവിടെ പഞ്ചായത്തിൽ ആർക്കും മെമ്പർമാർക്ക് ആർക്കും ഒഴിവുണ്ടാവില്ല. ആണ്ടിന് എന്തായാലും വരാൻ പറ്റൂല. ഞാൻ നിങ്ങളെ ആരെയും ആണ്ടിന് ക്ഷണിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. പ്രസിഡന്റിന് അറിയാലോ എത്ര കാലമായി ഞാൻ കേറി ഇറങ്ങി നടക്കണു. അതിനെന്തിനാ മണ്ടോതിരി നടക്കണത്? ഒരു സ്കൂട്ടർ മേടിച്ചൂടെ? കുടുംബശ്രീന്ന് ലോണൊക്കെ കൊടുക്കണ്ടല്ലോ. മണ്ടോതിരി പറ. എന്റെ ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ചോദിച്ചോണ്ട് എത്ര നാളായി ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കണു. അല്ല, അതിപ്പോ എന്താന്നറിയാം, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മണ്ടോതിരി. അതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ. എന്ത് പ്രശ്നമാണ് പ്രസിഡന്റ്? എന്റെ കൊച്ചിപ്പോ ഹൈസ്കൂളിലായി. ഈ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കൊണ്ടു കൊടുത്താ അവന് ഫീസ് ഇളവ് കിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കണത്. പ്രസിഡന്റിന്റെ വാർഡിലല്ലേ ഈ കൊച്ച്, അന്ന് ശരിയാക്കി കൊടുക്കാൻ വയ്യായിട്ടല്ലോ. അതെന്ത് പറഞ്ഞാലും പ്രസിഡന്റ് ഭാഗത്ത് വലിയൊരു വീഴ്ചയാണ് പറ്റിയത്. ആ കുട്ടീനായിട്ട് നേരിട്ട് സെക്രട്ടറി കണ്ട് ചെന്ന് കാര്യം പറഞ്ഞ് ശരിയാക്കാവുന്നല്ലോ. സെക്രട്ടറിനേറ്റ് കണ്ടിട്ട് പല തവണ ഞങ്ങൾ ചർച്ച ചെയ്താണ്. അതിന്റെ ഉൾവശം നിങ്ങൾക്ക് അറിയായിട്ടാണ്. അല്ല, അതെന്തായാലും റിസ്ക് എടുത്ത് ചെയ്തു കൊടുക്കണത്. ചെയ്തു കൊടുക്കും. ഇതിപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കേൾക്കണതാണല്ലോ. അല്ല, ഇത് ഉറപ്പാ. ഇത് കാലം പോയത് അറിയുന്നില്ല. 5 വർഷം എത്ര പെട്ടെന്നാണ് പോയത്. അത് നിങ്ങളറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, നിങ്ങൾ ബസ്മിക്കല്ലേ. ഇതെന്തായാലും ഞാൻ നമ്മളെ ഈ ഒരു മാസം കൂടി ഉള്ളൂ ഞങ്ങൾ ഈ ഭരണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ തീരുമാനം എടുക്കും അല്ലേ? അപ്പൊ പഞ്ചായത്തിൽ പോയി കേട്ടോ. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് പ്രസിഡന്റ് എനിക്ക് ഉറപ്പ് തന്നത്. ആണ്. ഇനി ഇതിന് വല്ല മാറ്റം ഉണ്ടായാ? ഇല്ല, ഉണ്ടാവില്ല.